ക്ഷണിക്കും. ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇവിടെ നടത്തപ്പെടുന്ന സുവിശേഷ യോഗങ്ങളുടെ പ്രഥമ രാത്രി ദൈവവചനവുമായി നിൽപ്പാൻ ദൈവം തന്നെ ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രിയിലെ യോഗാധ്യക്ഷൻ സുവിശേഷകൻ സബിൻ, ഇവിടെയുള്ള പ്രാദേശിക സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിന്നി മാത്യു പ്രൗഢഗംഭീരമായൊരു ആമുഖ സന്ദേശത്തിലൂടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ചർച്ച് ഓഫ് ഗോഡ് സഭകളുടെ കുമളി ഡിസ്ട്രിക്ട് മിനിസ്റ്ററായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബി ലാലു, അദ്ദേഹം ശുശ്രൂഷിക്കുന്ന കുമളി സഭയിലാണ് എൻ്റെ പെങ്ങൾ അംഗമായിരിക്കുന്നത്. പുതിയ പാസ്റ്ററെ ഞാൻ കണ്ടില്ല, അദ്ദേഹത്തിൻ്റെ പേര് ലാലു എന്നാണ് എന്നെൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, എന്നാൽ ഇന്നാണ് കാണുന്നത്. ഇങ്ങനെ ഒരു സുവിശേഷ യോഗത്തിൽ ഒരുമിച്ച് കാണാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വേദികൾ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ കെ എം വർഗീസ്, തോമസ് കുട്ടി പാസ്റ്റർ, പാസ്റ്റർ എബ്രഹാം, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എൻ്റെ സ്നേഹിതന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ ദാനിയൽ പാസ്റ്റർ, പാസ്റ്റർ ഷിജു, മറ്റ് ശബ്ദ സീമയിലൂടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ മാന്യ ശ്രോതാക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ അലക്സ്, തൻ്റെ സഹപ്രവർത്തകർ, ശബ്ദ സംവിധാനം ക്രമീകരിക്കുന്ന ബ്രദേഴ്സ്, ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങൾ, വിശേഷാൽ മാമനാൽ കുടുംബം, പ്രിയ മീന സിസ്റ്റർ, വാത്സല്യ കുടുംബത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മീന സിസ്റ്റർ ഉൾപ്പെട്ട് നിൽക്കുന്ന ഡാളസിലെ സഭയുടെ ശുശ്രൂഷകൻ, ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി സി ജേക്കബ് അവറുകളാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ അവരുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മതി. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേട്ടത്. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതൊരു പുസ്തകങ്ങളിലെയും അധ്യായങ്ങളിലെയും സന്ദേശം ഒരൊറ്റ വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ് യോഹന്നാൻ 3:16. അല്ല, മഹാദൈവം തൻ്റെ തിരുഹൃദയം മനുഷ്യ മുൻപാകെ വ്യക്തമാക്കുകയാണ് വാക്യത്തിലൂടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നാണ് മലയാള പരിഭാഷ. പക്ഷേ മറ്റു ഭാഷാന്തരങ്ങൾ അങ്ങനെയല്ല. ലോകത്തെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചെന്നാണ്. അതുകൊണ്ട് ആ വാക്യം ഒരുമിച്ചൊന്ന് പറയുന്നത് സന്തോഷമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. സഹൃദയരെ, ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ആദാമ്യ പാപം എന്താണെന്നറിയണം. ആദാമ്യ പാപം 3 വളരെ ശ്രദ്ധിക്കുക. ഒരു പഴം പറിച്ചു തിന്നു എന്നുള്ളതല്ല ആദാമ്യ പാപം. ആദാമ്യ പാപം 3. 1, മനുഷ്യൻ ദൈവസ്നേഹത്തെ സംശയിച്ചു, പിന്നീട് വ്യക്തമാക്കാം. 2, മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു. 3, മനുഷ്യൻ ദൈവകൽപ്പനയെ ലംഘിച്ചു.
നയപരമായി തന്ത്രപരമായി പിശാച് വന്ന് ഹവ്വായോട് പറയുകയാണ്, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വ പറയുന്ന മറുപടി ഇല്ലില്ല, ദൈവം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നും മാത്രമല്ല തുടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിശാച് പറയുന്നു, തിന്നോ. നിങ്ങൾ തിന്നരുതെന്ന് ദൈവം പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. അത് ദൈവത്തിന് താല്പര്യമില്ല. വിലക്കപ്പെട്ട കനിയിലേക്ക് കൈ നീട്ടാനുള്ള ഒന്നാമത്തെ കാരണം മനുഷ്യൻ ദൈവസ്നേഹത്തെ സംശയിച്ചു. 2, മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു. ദൈവം പറയുന്നു, ഈ വൃക്ഷഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ സാത്താൻ പറയുന്നു, തിന്നോ, തിന്നാൽ നിങ്ങൾ ജീവിക്കും. പ്രബുദ്ധരായ എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്നു, ഹവ്വ വൃക്ഷഫലം പറിച്ചു തിന്നതും ഭർത്താവിന് കൊടുത്തതും മരിക്കാനാണോ അതോ ജീവിക്കാനാണോ? മറുപടി, ജീവിക്കാനാ തിന്നത്, മരിക്കാനല്ല. അപ്പൊ ദൈവം പറഞ്ഞത് വിശ്വസിച്ചിരുന്നെങ്കിൽ അവൾ ആ വൃക്ഷഫലം തിന്നില്ലായിരുന്നു, ഭർത്താവിന് കൊടുക്കില്ലായിരുന്നു. അപ്പം ദൈവത്തെ മനുഷ്യൻ അവിശ്വസിച്ചു, സാത്താനെ മനുഷ്യൻ വിശ്വസിച്ചു. അതാണ് ഏദനിലെ 2ാമത്തെ പാപം. 3, ദൈവം അരുത് എന്ന് പറഞ്ഞ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു. കൽപ്പനാ ലംഘനം. ദൈവസ്നേഹത്തെ സംശയിച്ച്, ദൈവത്തെ അവിശ്വസിച്ച്, ദൈവകൽപ്പനയെ ലംഘിച്ച മനുഷ്യൻ എന്തു സംഭവിച്ചു? 1, അവനവന്റെ തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ടു. 2, മനുഷ്യന് പറുദീസ നഷ്ടപ്പെട്ടു. 3, മനുഷ്യന് ദൈവവുമായി ഉണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധം നഷ്ടപ്പെട്ടു. പറുദീസ നഷ്ടപ്പെട്ട, തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ട, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യ, നഷ്ടപ്പെട്ടതെല്ലാം ഇനി നിനക്ക് മടക്കി വേണോ? മടക്കി വേണമെങ്കിൽ നീ പിറകോട്ട് വെച്ച 3 സ്റ്റെപ്പുകൾ ഇനി മുൻപോട്ടെടുത്ത് വയ്ക്കണം. നീ ദൈവസ്നേഹത്തെ സംശയിച്ച സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നറിയണം. നീ ദൈവത്തെ അവിശ്വസിച്ച സ്ഥാനത്ത് നീ ദൈവത്തെ വിശ്വസിക്കണം. നീ ദൈവകൽപ്പനയെ ലംഘിച്ച ഇടത്ത് ദൈവം എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള ഒരു വിനയ വിധേയത്വ മനോഭാവം ഉണ്ടാകണം. ആ സന്ദേശത്തിൻ്റെ ആകത്തുകയാണ് വിശുദ്ധ ബൈബിൾ എന്നിന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര അധരങ്ങൾ ഇവിടെയുണ്ട്. അവരവരുടെ കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. തൻ്റെ സ്നേഹത്തെ സംശയിച്ച മനുഷ്യനോട്, മനുഷ്യ നീ എൻ്റെ സ്നേഹത്തെ സംശയിക്കണ്ട, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചരിത്രത്തിൽ ഒരിക്കൽ കൂടെ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിനു തിരുമനസ്സായി. ആ ദൈവസ്നേഹത്തിൻ്റെ ഉജ്ജ്വല സന്ദേശമാണ് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പുതിയ നിയമഭാഗം. അതുകൊണ്ട് ഈ രാത്രി ദൈവസ്നേഹത്തിൻ്റെ വിവിധ വശങ്ങൾ പരിമിതമായ സമയത്തിൻ്റെ അകത്ത് നിങ്ങളുടെ അകത്ത് തന്നെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ 1ാമത്തെ പ്രത്യേകത, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ 31-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. യിരെമ്യാ 31:3. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി എന്നോട് അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ ഞാൻ നിന്നോട് ദീർഘമാക്കിയിരിക്കുകയാണ്. അവിടെ ഒരു വാക്ക് മാത്രം ഞാൻ എടുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ 1ാമത്തെ പ്രത്യേകത അത് നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ നിത്യത എന്താണെന്നറിയണം. നിത്യത എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്തതും
അവസാനമില്ലാത്തതുമാണ്. ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ നിത്യതയെ ദൈവം രണ്ടായി വെട്ടിമുറിച്ചു. ഒന്നാമത്തെ നിത്യതയ്ക്ക് നമുക്ക് പൂർവകാല നിത്യത എന്ന് പേര് കൊടുക്കാം. രണ്ടാമത്തെ നിത്യതയ്ക്ക് നമുക്ക് വരുംകാല നിത്യത എന്ന് പേര് കൊടുക്കാം. എന്താ പൂർവകാല നിത്യതയ്ക്ക് ഒരാരംഭമില്ല, എന്നാൽ അതിനൊരവസാനമുണ്ട്. എന്താ വരുംകാല നിത്യതയ്ക്ക് അവസാനമില്ല, എന്നാൽ അതിനൊരാരംഭമുണ്ട്. ആരംഭമില്ലാത്തതും അവസാനമുള്ളതും അവസാനമില്ലാത്തതും ആരംഭമുള്ളതുമായ പൂർവകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയ്ക്കുള്ള പീരിയഡിന് പറയുന്ന പേരാണ് സമയം. ആ സമയത്തിന്റെ ആരംഭമാണ് ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ദൈവത്തിന്റെ ആദിയല്ല, സമയത്തിന്റെ ആദിയാണ്. ഒരു നല്ല ആമയും പറഞ്ഞു എന്നോടൊന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്തിനു മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദി. അതുകൊണ്ട് ആ 90-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടുന്നത്, കർത്താവേ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുമ്പ് അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ ദൈവം സ്വയംഭൂവല്ല. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഉളവാകാതെ സ്വയം ഉളവായവനെന്ന്. അങ്ങനെ സ്വയം ഉളവായവനെന്ന് വന്നാൽ ആ ദൈവത്തിനൊരാരംഭമുണ്ടെന്ന് വരും. ആരും ഉളവാക്കിയില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് സ്വയംഭൂവല്ല, സ്വയം സ്ഥിതനായ ദൈവമാണ്. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്ത ഈ നല്ല ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ കൃപ തന്നതിൽ ദൈവത്തിന് നന്ദി എന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആവേശത്തോടെ കരമുയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം സ്വയം സ്ഥിതനാണ്. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണെന്ന്. ഈ അനാദി സ്നേഹം ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ പിടികിട്ടത്തില്ലെന്ന് നിങ്ങളുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനതിനെ ഗ്രാമീണവൽക്കരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ മക്കൾ 4 പേരാണ് മാതാപിതാക്കൾക്കുള്ളത്. ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മകൻ കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ ആദ്യം ആരാ സ്നേഹിച്ചേ? അതിൻ്റെ മറുപടി നിസ്സംശയം പറയാം, എൻ്റെ അമ്മയാണ്. എപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ, എൻ്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പം മുതൽ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമല്ലേ? അമ്മ ഛർദ്ദിച്ചതിന് കയ്യും കണക്കുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എത്ര ആഹാരം അമ്മ വേണ്ടെന്ന് വെച്ചു. എത്ര സൂക്ഷിച്ച എൻ്റെ അമ്മ ജീവിച്ചത്, എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള എത്ര ആഹാരം അമ്മ മനസ്സോടെ വേണ്ടെന്ന് വെച്ചു. എന്തു വേദന തിന്ന് എന്നെ ഈ മണ്ണിലേക്ക് എനിക്ക് ഈ മണ്ണിൽ ജന്മം തന്നത് അതെന്നോടുള്ള എൻ്റെ അമ്മയുടെ സ്നേഹം കൊണ്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അന്ന് മുതലേ എൻ്റെ അപ്പനും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ ശേഷം എൻ്റെ മാതാപിതാക്കൾ അവരുടെ മൂത്ത മകൻ എന്ന നിലയിൽ എൻ്റെ മുഖം കണ്ടെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എൻ്റെ വല്യപ്പനും വല്യമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ ശേഷമാണ്. എനിക്ക് 3 സഹോദരങ്ങൾ, അവരുണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്.
തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കൾ, അവരുണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ ഞാൻ പറയാം, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പൂർവികർ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലാതിനപ്പുറത്തേക്ക് ചെന്നാൽ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, എൻ്റെ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുമ്പേ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രാത്രി പുൽപിറ്റിൽ നിൽക്കാൻ, ഈ കസേരയിൽ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭ്യമായതെന്നോർത്ത് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? കരവ് ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന്റെ സ്നേഹം നിത്യ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അതാനാദി സ്നേഹമാണ്. രണ്ടാമത്തെ ആശയം ഹൈറേഞ്ചുകാരായ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പദമാണ്, അത് കാലേ കൂട്ടിയുള്ള സ്നേഹമാണ്. എന്താ ഈ കാലേ കൂട്ടിയുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ? കാലേ കൂട്ടിയുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടാൻ എന്നിൽ യോഗ്യതകളൊന്നും ഇല്ലാതിരിക്കെ, എൻ്റെ അയോഗ്യതകൾ ഓർക്കാതെ ഏകപക്ഷീയമായി ദൈവം എന്നോട് കാണിച്ച കരുണയ്ക്കു പറയുന്ന പേരാ ദൈവത്തിൻ്റെ സ്നേഹം. ഒരു കാര്യം ഞാനൊന്ന് അടിവരയിട്ട് പറഞ്ഞോട്ടെ. ദൈവം ഒരാളെ സ്നേഹിക്കുന്നത് അവരുടെ ഏതെങ്കിലും യോഗ്യതയുടെ വെളിച്ചത്തിലല്ല. അങ്ങനെ യോഗ്യതയുടെ വെളിച്ചത്തിൽ സ്നേഹിക്കപ്പെടുന്നു എന്നാരും ചിന്തിക്കുകയും ചെയ്യരുത്. ഞാൻ പറയാം, കെ ജെ തോമസ് എന്ന് പറയുന്നത് ഞാൻ പറയാം, അയ്യോ ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയല്ല. ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര നടുവിന് വേണ്ടി ഡിസ്കിന് ഭയങ്കര പ്രശ്നം. തിരുമിക്കാവുന്നിടത്തെല്ലാം തിരുമിച്ചു, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ഈ യോഗത്തിൽ പോലും വന്ന് എങ്ങനെ പ്രസംഗിക്കും? കഴിഞ്ഞ 4 ദിവസം തിരുമി, 2 ദിവസം തിരുമിയില്ല. കാരണം ഈ യോഗത്തിൽ വന്ന് പ്രസംഗിക്കുക, തിരുമി കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാൻ പറയും. അതുകൊണ്ട് അതിന് പോയില്ല. ഞാൻ ഈ യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് അതൊന്നും ചെയ്തില്ല. അവരോട് പറഞ്ഞു എനിക്ക് വേറെ 1-2 പരിപാടിയുണ്ട്, അത് കഴിഞ്ഞു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ പറയാം, അയ്യോ എന്നെ ദൈവത്തിന് സ്നേഹിക്കാതിരിക്കാൻ പറ്റിയാൽ ഞാൻ ഈ വേദന കടിച്ചമർത്തി നിന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നതല്ലേ, അതുകൊണ്ട് ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ലെന്ന് വന്നാൽ എന്ന് ഞാൻ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹം ഔദാര്യമല്ല, എനിക്ക് അർഹതപ്പെട്ടത് ലഭ്യമായെന്ന് വരും. നിങ്ങൾ ഓരോരുത്തരും ഇപ്പം മാമനായാലേ നമ്മുടെ മീനാന് പറയും, അയ്യോ ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയില്ല. എന്നെ പോലെ അമേരിക്ക എന്നൊക്കെ വന്നവരെല്ലാം പിക്നിക്കിന് മൂന്നാറ്, കൊടൈക്കനാല്, ഊട്ടി, മൈസൂര് അവിടെ എല്ലാം പോയി സമയം കളയാൻ ഞാനിങ്ങനൊരു യോഗം ക്രമീകരിച്ചു. എൻ്റെ വിലപ്പെട്ട സമയവും പണവും എല്ലാം ചെലവഴിച്ച് ഇങ്ങനൊരു യോഗം ഞാൻ ക്രമീകരിച്ചു. അതുകൊണ്ട് ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹം ഔദാര്യമല്ല, അർഹതയ്ക്ക് കിട്ടിയ അംഗീകാരമെന്ന് വരില്ലേ? പക്ഷെ പുതിയ നിയമ വിശ്വാസിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒറ്റ കാര്യമേ പറയാൻ പറ്റൂ, എൻ്റെ അർഹതയ്ക്കൊത്ത് ദൈവം തന്നെ അംഗീകാരമല്ല, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നോട് കാണിച്ച കരുണയാണ്, ഔദാര്യമാണ്, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമെന്നോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അവരെ കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാൻ. ദൈവത്തിൻ്റെ സ്നേഹം ഔദാര്യമാണ്, അർഹതയ്ക്ക് കിട്ടുന്ന അംഗീകാരമല്ല. ഈ കാലേക്കൂട്ടിയുള്ള സ്നേഹത്തിൻ്റെ 2 ഉദാഹരണങ്ങൾ ഞാൻ അങ്ങ് പറയാം വേദപുസ്തകത്തിൽ നിന്ന്. യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട 11-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ് ആരംഭ ഭാഗം. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ഭാഗം ശ്രദ്ധിക്കണേ. യേശു മാർത്തയെ സ്നേഹിച്ചു, അവളുടെ സഹോദരി അർത്ഥാൽ മറിയെ സ്നേഹിച്ചു. 3 ലാസറിനെയും സ്നേഹിച്ചു. ആ ഓരോ പദവും എടുത്ത് പരിശോധിച്ചേ. മാർത്തെ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം മാർത്തെ പോലെയുള്ള ഒരാളെ
ആരും സ്നേഹിച്ചു പോകും. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ്. എന്താ മാർത്തയിലുള്ള പ്രത്യേകത? പലർക്കും ഇല്ലാത്തൊരു സ്വഭാവ സവിശേഷത മാർത്തയ്ക്കുണ്ട്. വീട്ടിൽ വരുന്ന അതിഥികളെ ഹാർദവമായി സ്വീകരിക്കും, ത്യാഗോജ്വലമായി അവരെ ശുശ്രൂഷിക്കും. ഇപ്പം മാർത്ത കർത്താവും ശിഷ്യന്മാരും പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്, വെച്ചു വിളമ്പി കൊടുത്തിട്ടുണ്ട്. മാർത്തയുടെ ഗുണം ഭൗതികമാണ്. മറിയേലുമുണ്ടൊരു സ്വഭാവ സവിശേഷത. എന്താ മറിയയുടെ സ്വഭാവം? കർത്താവിനെ കിട്ടുമ്പോഴെല്ലാം തൃപ്പാദപീഠത്തെങ്കിലിരിക്കും. അവൾ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മീകമായി വളരാൻ ആഗ്രഹമുള്ള ആളാണ് മറിയ. മാർത്തയുടെ പ്രത്യേകത ഭൗതികത, മറിയയുടെ പ്രത്യേകത ആത്മീകത. ഞാനേ ഒരു മുറ്റത്ത് കൺവെൻഷൻ ആണെങ്കിലും ഒരു ചെറിയ പ്രബോധനം കൂടെ പറഞ്ഞു പോവുക. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ ഇത് രണ്ടും കൂടെ ഒരാളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നാ നല്ലതായിരുന്നു. ചിലർ ഈ ഭൗതിക കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്, പക്ഷെ ആത്മീക കാര്യങ്ങളിൽ അവർ വളരെ പിറകിലാണ്. ചിലർ ഉപവാസം പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ വെള്ളം കുടിക്കാതെ ഉപവസിച്ച് കളയും. പക്ഷെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുമ്പോൾ അവരെ നമ്മുടെ കൊച്ചറയിലും മന്തിപ്പാറയിലും കമ്പംമെട്ടിലും കാണില്ല. അവർ വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഊട്ടിയിലായിരിക്കും. ചിലർ ആത്മീക കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്, ഭൗതികതയിൽ പുറകിലാണ്. ചിലർ ഭൗതിക കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്, ആത്മീക കാര്യങ്ങളിൽ വളരെ നിരുത്തരവാദികളാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒറ്റ ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ഇത്ര നാൾ നമ്മൾ ജീവിച്ചു, ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. സർവശക്തന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഒരിക്കൽ നിത്യതയിലെത്തും, കർത്താവിൻ്റെ അടുക്കൽ ചെല്ലേണ്ടി വരും. അവൻ നമ്മോട് കാര്യം തീർക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ, കർത്താവേ എൻ്റെ മണ്ണ് കണ്ണിൽ തിരുമി അടയ്ക്കുന്നതിന് മുമ്പ് ആത്മീക കാര്യത്തിലും ഭൗതിക കാര്യത്തിലും എൻ്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കാൻ എനിക്ക് കൃപ തരണമേ. അതരം തുറന്ന് ആമേൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ ചങ്കൂറ്റമുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ മാർത്തയെ സ്നേഹിച്ചു, മറിയയെ സ്നേഹിച്ചു. അവരെ മാത്രമല്ല സ്നേഹിച്ചത്, തിരുവഴുത്ത് പറയുന്ന ലാസറിനെയും സ്നേഹിച്ചു. എപ്പോഴാ ലാസറിനെ സ്നേഹിച്ചത്? ഉയർത്തെഴുന്നേറ്റ ശേഷമാണോ? അല്ല. അവൻ ദീനമായി കിടക്കുമ്പോൾ സഹോദരിമാർ ആളയച്ച് പറയിപ്പിക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. എൻ്റെ ചോദ്യം, ലാസറിനെ സ്നേഹിക്കാൻ അവനിൽ എന്താ യോഗ്യത? കർത്താവ് എത്രയോ പ്രാവശ്യം ഇതിനു മുമ്പ് വീട്ടിൽ ചെന്നു. ഭൗതികമായി ശുശ്രൂഷിക്കാൻ അവസരമില്ലാതിരുന്നോ? അവനത് ചെയ്തില്ല. ആത്മീകമായി വളരാൻ എന്ത് അവസരങ്ങൾ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. നിരുത്തരവാദിത്വത്തോടെ അവൻ ആ കാര്യം കൈകാര്യം ചെയ്ത്. എന്നിട്ടും തിരുവെടുത്ത് പറയുന്നു, മാർത്തയെ മാത്രമല്ല, മറിയെ മാത്രമല്ല, യേശു ലാസറിനെയും സ്നേഹിച്ചു. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? സ്നേഹിക്കപ്പെടാൻ ലാസറിൽ യോഗ്യതകളൊന്നും ഇല്ലെങ്കിൽ പോലും നാളകളുടെ നീളകളിൽ അവൻ തൻ്റെ കൂടെ പന്തിക്കിരിക്കേണ്ടുന്നവനാണെന്നും തൻ്റെ മഹത്വം അവനിലൂടെ വെളിപ്പെടാനുണ്ടെന്നും തീർന്നില്ല. അവനിലൂടെ ഒരു വലിയ കൂട്ടം യഹൂദ സമൂഹം തന്നിൽ വിശ്വസിപ്പാനുണ്ടെന്നും അറിയാവുന്ന കർത്താവ് അവൻ്റെ വർത്തമാന കാല അയോഗ്യതകൾ ഓർക്കാതെ അവനെ കാലെ കൂട്ടി സ്നേഹിച്ചു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹമെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ മാന്യ സഹോദര, എൻ്റെ മാന്യ സഹോദരി, നിങ്ങൾ എത്ര സ്വഭാവ വൈകല്യത്തിന് അടിമയാണെങ്കിലും നിങ്ങളോട് അടുക്കും തോറും നിങ്ങളോട് വെറുപ്പ് തോന്നത്തക്ക നിലയിൽ, നിങ്ങളെ അകറ്റി നിർത്തത്തക്ക നിലയിൽ, നിങ്ങളോട് മനുഷ്യർ അത്ര പരുഷമായി പെരുമാറത്തക്ക നിലയിൽ അത്രമാത്രം തകർന്ന സ്വഭാവ വൈകല്യത്തിന് നീ ഉടമയാണെങ്കിലും നിന്റെ വൈകല്യങ്ങൾ ഓർക്കാതെ, നിന്റെ സാഹചര്യങ്ങൾ ഓർക്കാതെ, നിന്റെ വർത്തമാനകാല അനുഭവങ്ങൾ ഓർക്കാതെ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവത്തെ ഈ രാത്രി മുറ്റത്ത് ഞങ്ങൾ ഉയർത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് നസ്രയനായ യേശു. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അതേ ദൈവത്തിന്റെ സ്നേഹം, അത് അനാദി സ്നേഹമാണ്, അത് കാലെ കൂട്ടിയുള്ള സ്നേഹമാണ്. മറ്റൊരു ഉദാഹരണം കൂടെ തിരുവഴുത്തിൽ നിന്ന് പറയുകയാണ്. കർത്താവ് ഗദരദേശത്ത് എന്ന് കേട്ടോ, 6000 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ കർത്താവിനെ എതിരേറ്റു വന്നു. എന്നിട്ട് ആ ഭൂതങ്ങളെല്ലാം കൂടി ഇവനെ കൊണ്ട് പറയിപ്പിക്കുകയാണേ,
സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നാണോ? പാതാളത്തിലോട്ട് പോകാൻ ഞങ്ങളോട് പറയരുത്. ഇപ്പൊ പിശാചിനെല്ലാം അറിയാം. ഒരു നല്ല ആമേൻ പറ. സാത്താന് എല്ലാം അറിയാം. ദേ കുറച്ച് പന്നികൾ അവിടെ മേയുന്നു, അങ്ങോട്ട് പോകാൻ ഞങ്ങളോട് പറ. ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ എനിക്ക് ചിരി വരാറുണ്ട്. ഭൂതങ്ങൾ 6000, പക്ഷെ അഭിപ്രായം ഒന്നേ ഉള്ളൂ. 2000 ഭൂതങ്ങൾ പറയാണ് ഞങ്ങൾക്ക് കഴുതയിലോട്ട് പോകണം. 2000 ഭൂതങ്ങൾ പറയാണ് ഞങ്ങൾക്ക് കാളയിലോട്ട് പോകണം. 2000 എണ്ണം പറയാണ് ഞങ്ങൾക്ക് പന്നികളിലേക്ക് പോകണം. ചുരുക്കി പറഞ്ഞാൽ അതുങ്ങൾക്ക് തമ്മിൽ കടിപിടിയില്ല. ഞാൻ അത്രയും പറഞ്ഞ് അങ്ങ് ഇപ്പം നിർത്തുക. വല്ല ദൈവപ്രവൃത്തിയും വെളിപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ആത്മാവിൻ്റെ ഐക്യത ഉള്ളിടത്തും മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ സഭകൾ വളരപ്പെടാതെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ, ദേശം വിടുവിക്കപ്പെടാതെ, നരകം കൊള്ള ചെയ്യപ്പെടാതെ, നമ്മുടെ ഐക്യതയെ തകർക്കുന്ന പൈശാചിക വ്യാപാരങ്ങളോട് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിട്ടുമാറ് എന്ന അധികാരത്തോടെ പറയാൻ ആത്മാവിൽ നിയോഗമുള്ള, അകത്തു കത്തുന്ന വിശ്വാസമുള്ള എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഈ രാത്രി ഈ മുറ്റത്ത് വന്നിരിപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക പദ്ധതികളെ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ഭൂതങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പന്നികളിലോട്ട് പോക്കോളാൻ പറഞ്ഞു. ഒരു സ്തോത്രം എന്ന് പറയാണ്. ഭൂതങ്ങൾ ചോദിച്ചതും കർത്താവ് സാധിച്ചു കൊടുത്തു. ഭൂതങ്ങളായതുകൊണ്ട് ചോദിച്ചിടത്തോട്ട് പോകണ്ട, ഞാൻ പറയുന്നിടത്തോട്ട് പോയാൽ മതിയെന്ന് കർത്താവ് പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് മറുപടി തന്നു, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നൊന്നും പറയില്ല കേട്ടോ. ഒരു നല്ല ആമേനെന്ന് പറ. ഭൂതങ്ങൾ അപേക്ഷിച്ചതും കർത്താവ് സാധിപ്പിച്ചു കൊടുത്തു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി എന്നുള്ളത് കൊണ്ട് ദൈവം അംഗീകരിച്ചു എന്ന് തെളിവില്ല. ദൈവിക അംഗീകാരത്തിൻ്റെ മുദ്ര ദൈവകൽപ്പനയെ അനുസരിക്കുകയാണ്. ദൈവകൽപ്പനയെ അനുസരിക്കുന്നവർക്കാണ് നിത്യത ദൈവം ഒരുക്കിയിട്ടുള്ളത്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർ ഇന്ന് രാത്രി ഹൃദയത്തിൽ അത് എഴുതിക്കോണം, അത് മറക്കരുത്. അപ്പൊ ഈ 6000 ഭൂതങ്ങൾ ചെന്ന് കയറിയത് 2000 പന്നികളിലേക്കാണ്. അപ്പൊ നമ്മുടെ കണക്കനുസരിച്ച് ഓരോ പന്നികളിലും 3 ഭൂതങ്ങൾ വീതം കയറിയിട്ടുണ്ട്. ഓരോ പന്നികളിലും 3 ഭൂതങ്ങൾ വീതം കയറിയപ്പോൾ പന്നികൾ തീരുമാനിച്ചു ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ചത്തേക്കാം. 2000 എണ്ണവും ഒരുപോലെ കടലിൽ ചാടി ചത്തു. നമ്മുടെ ഗ്രാമീണ ഭാഷയെ പറഞ്ഞ ആത്മഹത്യ ചെയ്തു. ഈ പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പന്നികൾക്കെന്നല്ല, ഒരു നാൽക്കാലികൾക്കും ഒരു ഇഴജാതികൾക്കും ഒരു പക്ഷിവർഗത്തിനും ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആത്മഹത്യ എന്താണെന്ന് അറിയാൻ പോയിട്ട് ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുന്നു, ചാകുമ്പം ചാകുന്നു എന്നുള്ളതല്ലാതെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതുങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രാഹ്യമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ മന്തിപ്പാറയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ നായ്ക്കുട്ടി വാല് വാട്ടിക്കൊണ്ട് വന്നു. സ്നേഹത്തിൽ 1 മണിക്കൂർ കണ്ടില്ലല്ലോ, ഉടമസ്ഥനെ കണ്ടിട്ട് വലിയ സ്നേഹത്തിൽ ചാടി വാലെല്ലാം ആട്ടി. വാലിൻ്റെ ആട്ടിൽ കണ്ട വാലിപ്പോൾ പറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അതുപോലെ സ്നേഹിച്ച് വന്നപ്പോൾ നിങ്ങൾ മന്തിപ്പാറയിൽ പോയപ്പോൾ കടക്കാരനോട് ഇപ്പോൾ പിണങ്ങിയാണ് വന്നത്. അവനോട് ദേഷ്യപ്പെടാൻ വയ്യാത്തത് കൊണ്ട് പട്ടിയോട് ദേഷ്യപ്പെട്ട് അതിനോട് ഒറ്റ അടി കൊടുത്തു. ഉടനെ നായ്ക്കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും സ്നേഹിച്ച് എൻ്റെ വാല് പറഞ്ഞു പോകുന്നത് പോലെ ഞാൻ ആട്ടി സ്നേഹം കാണിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാനിനി ജീവിക്കുന്നില്ല. അതുകൊണ്ട് മന്തിപ്പാറ ഈ റോഡ് സൈഡിൽ ഇറങ്ങി നിന്നിട്ട് വരുന്ന വണ്ടിക്ക് എൻ്റെ തല ഞാൻ വെച്ച്. ഒരു നായും അങ്ങനെ ചെയ്യില്ല, കാരണം അതുങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ ബ്രഹ്മാണ്ട കടാകത്തിൽ അറിഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുന്നതും മനുഷ്യനും മാത്രമാണ്.
നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം കേട്ടോ. പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ 1999 അല്ല, 2000 എണ്ണവും കടലിൽ ചാടിച്ചത്തു. 2000 എണ്ണവും ആത്മഹത്യ ചെയ്തു. അത് പന്നിയുടെ സ്വഭാവമല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചാകാൻ കാരണം? പന്നിയിൽ കയറിക്കൂടിയ ഭൂതങ്ങളുടെ പ്രവണതയാ. ഈ ഭൂതങ്ങളുടെ പ്രത്യേകത എന്താ? ഇത് കയറുന്നതിനെ കൊല്ലിക്കുന്നതാണ്, ഇത് കയറുന്നതിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതാണ്. ഭൂതങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അത് വേദപുസ്തകത്തിലെ മനോഹര പഠനമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷെ കൊലപാതകങ്ങളുടെ പിറകിൽ, ആത്മഹത്യകളുടെ പിറകിൽ കുടിയിരിക്കുന്നത് പൈശാചിക ദുർഭൂത ശക്തികളാണ്. ഇന്ന് രാത്രി ഇതൊരു മുറ്റത്ത് കൺവെൻഷൻ ആണെങ്കിലും ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, നിസ്സാര കാര്യങ്ങളിൽ പോലും നീ എന്തിന് ജീവിക്കുന്നു, ആർക്കു വേണ്ടി ജീവിക്കുന്നു, ജീവിച്ചിട്ടെന്ത് ഗുണം, ചത്തുകള എന്ന് തോന്നലുളവാക്കി ദൈവം തന്നെ ആയുസ് തികയുന്നതിന് മുമ്പ് നിന്നെ മണ്ണിൽ നിന്ന് പറിച്ചു മാറ്റത്തക്ക നിലയിൽ ആത്മഹത്യകൾ സൃഷ്ടിക്കാൻ ഏതെങ്കിലും കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ വെല്ലുവിളിക്കുന്ന, കുടിയിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഉണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പൈശാചിക വ്യാപാരത്തെ ഇന്ന് രാത്രി ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ അധരം തുറന്ന് കരമടിച്ച് ഒരു 30 സെക്കൻഡ് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. ആത്മഹത്യകൾ വരുത്തി തീർക്കാൻ ഇന്ന് രാത്രി കുടിയിരിക്കുന്ന പൈശാചിക ശക്തികളുണ്ടെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി സ്വർഗം നമുക്ക് ജയം തരട്ടെ. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇനി നിങ്ങൾ എൻ്റെ മെസ്സേജിൻ്റെ കാതൽ മനസ്സിലാക്കണം. ആ ഓരോ പന്നികളിൽ 3 ഭൂതങ്ങൾ വീതം കയറിയപ്പോൾ ഓരോ പന്നികളും 2000 എണ്ണവും ആത്മഹത്യ ചെയ്തെങ്കിൽ, ഈ ഭൂതങ്ങൾ കയറുന്നതിനെ കൊല്ലിക്കുന്നതാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ 6000 ദുർഭൂതങ്ങൾ വർഷങ്ങളായി ഇവനിൽ കുടിയിരിക്കുകയല്ലേ? എന്തിനാ കുടിയിരിക്കുന്നേ? ജീവിപ്പിക്കാനാണോ? അല്ല, കൊല്ലാനാ, ആത്മഹത്യ ചെയ്യിപ്പിക്കാനാ. കാരണം ഇത് കയറുന്നതിനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുക, ഇതാണ് ഇതിൻ്റെ പ്രവണത. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി ഈ 6000 ദുർഭൂതങ്ങൾ ഇവനെ കൊല്ലാൻ ഇവനിൽ കുടിയിരുന്നിട്ടും എന്തേ ഇവനെ കൊല്ലാൻ പറ്റിയില്ല? പറ്റാഞ്ഞതിൻ്റെ കാരണം ഞാൻ പറയാം. ദെക്കപ്പൊലി നാട്ടിൽ അവനെ ഒരു മിഷണറിയാക്കി മാറ്റാൻ എൻ്റെ തമ്പുരാന്റെ പദ്ധതി അവൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കെ 6000 അല്ല 60,000 കോടി ദുർഭൂത ശക്തികൾ അവനെതിരെ തട്ടിട്ട് തുള്ളിയാലും അവന്റെ ഒരു തലമുടി നാരിനെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. കൃപ ലഭിച്ച അഭിഷക്തന്മാർ, കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സിംഹഗർജനം പോലെ ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. മുൻ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതിയ ദൈവം തന്റെ നിത്യ പദ്ധതി അനുസരിച്ച് ഈ മണ്ണിൽ ജനിക്കാൻ എനിക്ക് അവസരം തന്നെങ്കിൽ എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് തനിക്ക് ചെയ്തു തീർക്കാനുള്ളത് നിറവേറപ്പെടുന്നിടം വരെ ഒരു പൈശാചിക ശക്തികളും ഒരു ദോഷവും എനിക്കെതിരെ ചെയ്യാൻ ഇടവരാതെ തന്റെ സംരക്ഷണ വലയത്തിനകത്ത് എന്നെ മറച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് ഇന്ന് രാത്രി സ്തോത്രത്തോടെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമയർത്തിന് നല്ല ആമേൻ എന്ന് പറയാവോ? അയ്യോ, ആ മനുഷ്യന് സുബോധം വന്നു കേട്ടോ. അവൻ വസ്ത്രമൊക്കെ ധരിച്ച് ദെക്കപ്പൊലി നാട്ടിൽ യേശുവിനെ പ്രസംഗിച്ച് നടക്കുക. അയ്യോ, എന്ത് ആദരവോടാ ഇപ്പം മനുഷ്യൻ അവനെ കാണുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. പണ്ടോ രാമേനൊന്ന് പറഞ്ഞു, പണ്ട് അവൻ ആ നാടിൻ്റെ കണ്ണിലെ കരടായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ആ നാടിൻ്റെ കണ്ണിലുണ്ണിയ. ഒരു കാര്യം ഞാൻ ആമേൻ പറഞ്ഞു പറയുക, ആരെയും എഴുതി തള്ളണ്ട.
ഗുണം പിടിക്കത്തില്ലെന്ന് പറയരുത്, മുൻവിധിയോടെ കാണരുത്. ആരെയും അത്ഭുതകരമായി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ മാന്യ സഹോദര, എൻ്റെ മാന്യ സഹോദരി, നിന്റെ സ്ഥിതി എത്ര പരമദയനീയമാണെങ്കിലും നിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ സുവിശേഷത്തിന് കഴിയും. യേശു ക്രിസ്തുവിന് കഴിയും, ദൈവത്തിന്റെ വചനത്തിന് കഴിയും. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓടിച്ചു പോവുക, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. നമുക്ക് അവനോട് ചോദിക്കാം, നീ എങ്ങനെ ഇങ്ങനെ? അവൻ പറയാം, 6000 ഭൂതങ്ങൾ ബാധിച്ച് ഒരു മുഴുഭ്രാന്തനാണ്, വസ്ത്രം പോലും ധരിക്കാതെ, ശവക്കല്ലറകളിൽ രാവാർത്ത്, നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായി, ആർക്കും വേണ്ടാത്തവനായി ഞാൻ ജീവിച്ചപ്പോഴും, 6000 ഭൂതങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടു നടന്നപ്പോഴും ഞാൻ പോലും അറിയാതെ തൻ്റെ സ്നേഹ വലയത്തിനകത്ത് എന്നെ മറച്ചുകൊണ്ട് നടന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്ന് ഞാൻ കാണുന്ന ആദരവിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആ വാക്കിന് സ്തോത്രം പറയാൻ കഴിയും? സഹോദരങ്ങളെ, അത് ലാസറിൻ്റെയും ഭൂതഗ്രസ്തനായിരുന്നവൻ്റെ അനുഭവം മാത്രമല്ല, മന്തിപ്പാറയിലും ആറാമയിലും കൊച്ചറയിലുമുള്ള നമ്മുടെ അനുഭവമാണ്. ഒരു നല്ല ആമയും പറയാം. സാക്ഷ്യമൊന്നും പറയാം ഇന്ന് രാത്രി ഞാൻ സമയം, കാരണം വേറെ എങ്ങനെ ഞാൻ സാക്ഷ്യം പറയാമല്ലോ. പക്ഷെ സ്വന്തം ദേശത്ത് സാക്ഷ്യം പറയുന്നൊരു വലിയ അനുഗ്രഹമാണ് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ സമയമില്ലാത്തോട് പേര് ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, ആറാമല് മുഴുവൻ കരിമ്പ, എൻ്റെ അപ്പനെ പോലൊരു മദ്യപാനി, അമ്മ കരിമ്പും കാട്ടി ഞങ്ങൾ മക്കളെ 4 പേരെ കൊണ്ട് കിടക്കുന്ന ആ കരിമ്പിങ്ങനെ ആടുന്ന സമയത്ത് ഈ കാറ്റത്ത് അപ്പം വരുന്നാണെന്നുള്ള പ്രതീക്ഷയിൽ അമ്മ ഇങ്ങനെ വിറയ്ക്കലൊക്കെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആത്മഹത്യയുടെ മുനമ്പിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നവരില്ലേ? എത്ര വഴക്കിലും വയ്യാവേലിലും ചെന്ന് പെട്ടതാ. ഒരു നല്ല ആമേനെന്ന് പറയുന്നു. കത്തിമുനയെന്ന് രക്ഷപ്പെട്ടത്, ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്, അന്നൊക്കെ നമ്മൾ പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ, സമയം നല്ലതായതുകൊണ്ട് രക്ഷപ്പെട്ടതാ. പക്ഷെ രക്ഷിക്കപ്പെട്ട ശേഷം പുറകോട്ട് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല, സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതുമല്ല. അന്ന് എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാൻ കഴിയാതെ, ദൈവത്തോട് ദൂരസ്ഥനായി, ശത്രുവായി, ബലഹീനനായി, പാപിയായി എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നപ്പോഴും അന്നേ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നു, അന്നേ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നു. ആ ദൈവത്തിൻ്റെ നിർണയമാണ്, ആ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്, ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ, ഇവിടെ നിൽക്കാൻ കൃപ തന്നതെന്ന് ഓർത്തോർത്ത് സ്തോത്രം പറയാൻ ഇന്ന് രാത്രി നല്ല മനസ്സുണ്ടെങ്കിൽ കരമടിച്ചൊരു 30 സെക്കൻഡ് കൂടെ ദൈവത്തിന് നന്ദി പറയാം. ആരാധനാലയത്തിന്റെ 4 ചുവരിനകത്തല്ല, സുവിശേഷ യോഗത്തിൽ കെട്ടിപ്പൊക്കിയ പന്തലിന്റെ കീഴിലും ദൈവ സ്നേഹമോർത്ത് ഈ രാത്രി സ്തോത്രം പറയാൻ ഞാൻ നിങ്ങൾ കടംപെട്ടവരാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ആ മേഖലയോട് ഞാൻ ഇവിടെ പറയുന്നു, അനാദി സ്നേഹമാണ്. ഒരു നല്ല ആമയും പറഞ്ഞ് 2, അത് കാലേ കൂട്ടിയുള്ള സ്നേഹമാണ്. പ്രധാനപ്പെട്ട അടുത്ത ചിന്ത, ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. എനിക്കിപ്പോൾ 49 വയസ്സായി. എൻ്റെ ദൈവമേ, 49 എന്നൊക്കെ പറയുമ്പോൾ വലിയ മനപ്രയാസമുണ്ട് എനിക്ക്. കാരണം എൻ്റെ കുഞ്ഞുനാൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എത്ര പെട്ടെന്നാണ് സമയം പോയി. ഒരു നല്ല ആമേനെന്ന് പറയും. ആ കാളവണ്ടിയിൽ ഇവിടെ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ കരിമ്പ് നിറച്ചേ കാളവണ്ടിക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകിൽ ഇരിക്കുന്ന കരിമ്പുംകെട്ട് കാരണം പുറകിൽ നടക്കുന്ന പിള്ളേരെ കണ്ടുകൂടാ. അയ്യോേ, ആ കരിമ്പുംകെട്ടിൻ്റെ ഇടയിൽ നിന്ന് കരിമ്പ് വലിച്ച്
അതും കൊണ്ട് ഓടിയ ഓട്ടമൊക്കെ ഇപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഓർക്കുകയും ചിരിക്കുകയും, ആ ചിരിയിൽ കണ്ണിൽ തത്തിക്കളിക്കാൻ സാധ്യതയുള്ള ഉറക്കം ഓടിപ്പോവുകയും ചെയ്യും. അല്ല, ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര പെട്ടെന്നാ സമയം പോയി. ഒരു നല്ല ആമ, നിങ്ങൾ അങ്ങനെ കാര്യം ഒന്നും എൻ്റെ കാര്യം ഞാൻ പറയാം, എത്ര പെട്ടെന്ന് സമയം. എൻ്റെ കുഞ്ഞുനാളൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചിന്തിക്കും. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വേറെ ഒന്നിനും സ്വോത്രം പറഞ്ഞില്ലേ, ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയതിന് തന്നെ സ്വോത്രം പറയണം. എൻ്റെ ദൈവമേ, എന്തോ നല്ല ഷർട്ടാ ഞാനിട്ട്. എൻ്റെ ഷർട്ടിൻ്റെ കാര്യം പറയാനല്ല, എന്തോ നല്ല ഷർട്ടാ ഇത്, എന്തോ നല്ല പാൻറ്റാ, എന്തോ നല്ല വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്ത്. ദൈവമേ, മാമനിലെ വീട് എന്നാ വീടാ, ഇത്ര മനോഹരമായ മുറ്റ. ഒരു നല്ല ആമേനെന്ന് പറ. അല്ല, മന്തിപ്പാറയിൽ ഇപ്പോൾ ആർക്കാ വീടില്ലാത്ത? ഒരു 10, 15, 20 വർഷം കൊണ്ട് ഹൈ റേഞ്ചിൽ കെട്ടിപ്പൊക്കിയ വീടുകൾ പോലെ കേരളത്തിലെങ്ങും വീട് പണിതിട്ടില്ല. ഒരു നല്ല ആമേനും. നിങ്ങൾ ഒരു കാലത്ത് ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ നമ്മൾ പത്തനംതിട്ടയിലോട്ട് പോയാൽ നമ്മൾ അത്ഭുതപ്പെടുവാൻ. ഇന്നിപ്പോൾ പത്തനംതിട്ടക്കാർ ഹൈ റേഞ്ചിൽ വരുമ്പോൾ അവർ അത്ഭുതപ്പെടുക. നല്ല വീടുകളായി അല്ലേ? അസൂയില്ലാതൊരു സ്വോത്രമൊക്കെ പറയണം. ഈ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും, അവിടെ വണ്ടിയുണ്ടോ, അവിടെ റോഡുണ്ടോ, അവിടെ ആശുപത്രി ഉണ്ടോ, അവിടെ സ്കൂളുണ്ടോ? ഞാൻ അവരോടൊക്കെ പറയും, വന്ന് കാൺമീൻ. ഇത്രയും നല്ല റോഡ്, ഇത്രയും നല്ല. പിന്നെ ഒരു കാര്യം സത്യം, നാട്ടിലെ പോലെ വലിയ ഹോസ്പിറ്റലുകളൊക്കെ അതോ ഒരു പ്രശ്നം ഒഴിവാക്കിയാൽ നല്ല കാലാവസ്ഥ. ലോകത്ത് എവിടെ പോയാലും ഇത്രയും നല്ലൊരു കാലാവസ്ഥ അല്ലേ? ആണ്ട്ര, ഇത്രയും പൊക്കി പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ല. പക്ഷെ ഞാനൊരു നല്ല വീട്, നല്ല ഡ്രസ്സ്, നല്ല വാഹനങ്ങൾ, എന്തോ നല്ല ഫുഡാണ് നമ്മൾ കഴിച്ചേ. ഇനി വൈകിട്ട് എന്നിട്ട് എന്തോ നല്ല അത്താഴം. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. കാരണം വിശപ്പിൻ്റെ വിളിയുണ്ട്. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ സമയത്ത് നിർത്തുകയും ചെയ്യും. ഇനി കൈ പൈസ ഉണ്ടെങ്കിൽ കട്ടപ്പന ചെന്നാൽ എന്നാ കഴിക്കാൻ കിട്ടാത്ത? ഇനി കുടുംബമായിട്ട് ഇനി ആദ്യം കൂടുതൽ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തൊടുപുഴ വരെ പോയാൽ പോരെ. എൻ്റെ ദൈവമേ, എന്നതാ കിട്ടാത്ത? കുഴി മന്തി മാത്രമല്ല, മന്തിക്ക് എന്തെല്ലാം പേരാ അല്ലേ? ടർക്കിഷ് മന്തി, അങ്ങനെ ഓരോ പേരാ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയത്, ഇത്രയും നല്ല ഡ്രസ്സ് ധരിക്കാൻ പറ്റിയത്, ഇത്രയും നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയത്, ഇത്രയും നല്ല വീട്ടിൽ പാർക്കാൻ പറ്റിയത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ടല്ലേ? ഒരു ആമേനൊന്ന് പറയുന്നേ. ഫ്ലൈറ്റിന് ഭയങ്കര ചാർജാ. പക്ഷേ ഒറ്റ ഫ്ലൈറ്റിൽ ഒരു സീറ്റും ഒരു ദിവസവും കാലിയില്ല. അതന്നെ, മന്തിപ്പാറയെന്ന്, കൊച്ചറയെന്ന്, കട്ടപ്പനയെന്ന്, കമ്പംപട്ടിയെന്ന് സൗദിയിലുള്ള മോഡെടുത്ത് വന്നിട്ട് ഒരു മാസം കഴിയുമ്പോൾ UK മോഡെടുത്തോട്ട്. ഒരു നല്ല ആമേനൊന്ന് പറയും. അയർലൻഡിലും UK അമേരിക്കയിലും സൗദിയിലും ദുബായിലും ഒക്കെ മക്കളെടുത്തോട്ട് പോയി വന്നും പോയി. ഇങ്ങനൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റിയതുകൊണ്ടാണ്. ഒരു 100 കൊല്ലം മുമ്പെങ്ങാനും ജീവിച്ചു പോയിരുന്നെങ്കിൽ ഒരു നല്ല ആമേനൊന്ന് പറ. ഇത്രയും നല്ല ഡ്രസ്സ് വല്ലതും ധരിക്കാൻ പറ്റുമോ? ഇത്രയും നല്ല വാഹനത്തിൽ, ഇത്രയും നല്ല വീട്ടിൽ യാത്ര ചെയ്യാനും പാർക്കാനും പറ്റുമോ? ഇത്രയും നല്ല ഫുഡ് കിട്ടുമോ? ഒരു ചക്ക കൊണ്ട് വീട്ടിൽ തികയാത്തത് കൊണ്ട് 2 ചക്ക കമ്പോട് ചേർന്നല്ലേ, കമ്പടിച്ച് കയറ്റി 2 ചക്ക ചുമന്നുകൊണ്ട് നടന്ന കാലമൊക്കെ ഇല്ലേന്നേ. ഒന്നൊന്ന് സ്വോത്രം പറഞ്ഞേ. നമ്മൾ ഏത് കാലത്ത് ജീവിച്ചിരിക്കണമെന്നുള്ളതും നമ്മുടെ തീരുമാനത്തിൽപ്പെട്ട കാര്യമല്ല, അതും ദൈവത്തിൻ്റെ നിർണയത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ കിട്ടാത്തതിന് പിറുപിറുക്കാതെ, ദൈവമേ ഈ കാലത്ത് ജീവിക്കാനും ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനും എനിക്ക് അവസരം തന്നതിൽ അങ്ങയ്ക്ക് സ്തോത്രമെന്ന് ഇന്ന് രാത്രി പിശുക്കില്ലാതെ പറയാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതും ദൈവത്തിൻ്റെ തിരുഹിതത്തിൽ ദൈവം തന്ന ദാനമാണ്. പലപ്പോഴൊക്കെ അത് ഓർക്കണം കേട്ടോ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം പറയണം. എൻ്റെ പൊന്നു കർത്താവേ, കുഞ്ഞുകാലമൊക്കെ ഞാൻ ഓർക്കുന്നു. ഇതുപോലുള്ള മഴക്കാലത്ത് മൺകട്ട, മേച്ചിൽ പുല്ല്, ഒരാമേനെന്ന് പറയും. പലപ്പോഴൊക്കെ പ്രസംഗത്തിലൊക്കെ ഓർക്കുന്നത് നല്ലതാണ്.
ആ മൺകട്ടയിലോട്ട് വന്നിട്ട് കാറ്റും വെള്ളം ഇങ്ങോട്ട് വീണിട്ടേ ഈ മിക്കവാറും വീടുകളിൽ ആ മൺകട്ടയുടെ പുറത്തൊരു പ്ലാസ്റ്റിക് ഇങ്ങനെ, കാരണം എറിച്ചിലടിച്ച് ഈ മൺകട്ട കുതിർന്നു വീഴാതിരിക്കാൻ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു കാറ്റ് അങ്ങോട്ട് വന്നിട്ട് പ്ലാസ്റ്റിക് എല്ലാം കൂടെ ചുരുട്ടി. ഞാനും എൻ്റെ അപ്പനും കൂടെ ഒരു പരമ്പിൻ്റെ 2 അറ്റത്ത് പിടിച്ച് രാത്രി മുഴുവൻ നിൽക്കേണ്ടി വന്നു. ഒന്ന് സ്വോത്രം പറഞ്ഞേ, മാറിയില്ലേ അതൊക്കെ? മൺകട്ട എവിടെ ഉണ്ട്? പുല്ലുമേഞ്ഞ വീടുകൾ എവിടെ ഉണ്ട്? ഇത്രയൊക്കെ നമ്മുടെ അപ്പന്മാരും അമ്മമാരും നമ്മുടെ പൂർവികരൊന്നും ഇതൊന്നും അനുഭവിച്ചില്ല പ്രിയരെ. ഇതൊക്കെ അനുഭവിക്കാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചില്ലേ? ആയുസ്സിനെ ദീർഘമാക്കി തന്നില്ലേ? മക്കളെ മാനിച്ചില്ലേ? ഇത്രയൊക്കെ നന്മ തന്നില്ലേ? അതിനൊക്കെ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനു സ്തോത്രം പറയും? എത്ര പേർക്ക് കരവും ശബ്ദവും ഉയർത്തി നല്ലൊരാമേൻ പറയാൻ കഴിയും? പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം. പലപ്പോഴും ഇതൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ ഉടഞ്ഞ് നിറകണ്ണുകളോടും വിധേയത്വത്തോടും ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നു. ഞാൻ ആ ഭാഗത്തോട് വിട പറയാകട്ടെ. അപ്പോൾ ഈ നമ്മുടെ അപ്പന്മാരെ അമ്മമാരെയൊക്കെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർ നല്ല മനുഷ്യരായിരുന്നു. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ്, ഇവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. മക്കൾക്ക് അമ്മയുടെ അടുത്ത് ചെന്ന് നേരിട്ട് കാര്യം പറയാൻ പറ്റില്ല. അപ്പൻ്റെ അടുത്ത് ചെന്ന് മക്കൾക്ക് നേരിട്ട് കാര്യം പറയാൻ പറ്റും. അമ്മ വഴി വേണം കാര്യം അവതരിപ്പിക്കാൻ. ഇനി അമ്മയ്ക്കും അങ്ങനെ എപ്പോഴും ചെല്ലാൻ പറ്റുകയില്ല. അപ്പൻ്റെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടെ വേണം അമ്മയ്ക്ക് കാര്യം അവതരിപ്പിക്കാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ പൊട്ടിയ സ്ലേറ്റൊക്കെ അപ്പം കാണാതെ ഇങ്ങനെ അല്ലേ ആ പോയ പോക്കേ. കല്ലി പെൻസിൽ എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതൊക്കെയാ അത്രേ വിരലിൻ്റെ അറ്റവും കൂടെ സ്ലേറ്റയിൽ. അതുപോലും പറയാൻ മടിയായിരുന്നു. അമ്മ വഴി വേണം അതും കൂടെ പറയാം. കൊച്ചിൻ്റെ കല്ലി പെൻസിൽ തീർന്നു കേട്ടോ. അതും അമ്മയ്ക്ക് എപ്പോഴും ചെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൻ്റെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി വേണം. അന്ന് ഈ മക്കൾ പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ ഇതെന്നാ ഒരു ജീവിതമാണ്, ഇതെന്നാ ഒരു അപ്പനാമ്മ. അപ്പുറത്തെ ടോമിയുടെ വീട്ടിൽ നോക്കിക്കുക, അവിടെ എല്ലാവരും കൂട്ടുകാരെ പോലെ, ഇവിടോ കാണ്ടാമൃഗത്തെ പോലെ. അന്ന് നല്ല ദൈവകൃപയുള്ള അമ്മമാർ പറഞ്ഞിട്ട് അപ്പുറത്തെ ടോമിയുടെ അപ്പനേക്കാൾ സ്നേഹമുള്ള അപ്പനാ നിൻ്റെ അപ്പൻ. പക്ഷെ നിൻ്റെ അപ്പനൊരു കുഴപ്പമുണ്ട്, സ്നേഹം അകത്താണ്, പുറത്ത് കാണിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്കെല്ലാവരോടും സ്നേഹം, പക്ഷെ അകത്താ, പുറത്ത് കാണിക്കാൻ അറിയില്ലെന്ന് പറയുന്നവരോട് എൻ്റെ വിനീതമായൊരു ചോദ്യം, നിങ്ങളെപ്പോലെ എല്ലാവരും കൂടെ തുടങ്ങിയ ഈ ലോകത്തിൻ്റെ ഗതി എന്തായി മാറും? ഇപ്പം സ്നേഹമുണ്ടെങ്കിൽ അത് ഒളിപ്പിക്കാനുള്ളതല്ല, അത് വെളിപ്പെടുത്താനുള്ളതാണ്. ഇതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും മറയപ്പെട്ട സ്നേഹമല്ല, സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. ഓടിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞു മൂന്നാമതൊരു ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇന്ന് അഥവാ 9 കഴിഞ്ഞ് ഒരു 9, 5, 9, 10 ആയ നാളെ അതിനേക്കാൾ അതിൻ്റെ കൂടെ നേരത്തെ ഞാൻ നിർത്തി നിങ്ങളെ സഹായിക്കും. ഒരു നല്ല ആമേനൊന്ന് പറയണം. അതുകൊണ്ട് ഓടിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ മേഖല യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ജന്മമാണ്. ഓടിച്ചൊരു ഉദാഹരണം പറയുകയാണ്. മന്തിപ്പാറയിൽ ഒരു ജെസ്സി ഉണ്ടെന്നിരിക്കട്ടെ, ഏതെങ്കിലും ജെസ്സിമാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ, ഒരു ഉദാഹരണം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ജെസ്സി ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ കട്ടപ്പനയിലേ കിടക്കുക. ഇവിടുന്ന് ഒരു ഭേബ ജെസ്സിയെ കാണാൻ പോയി. ജെസ്സിയെയും കുഞ്ഞിനെയും കണ്ടിട്ട് മടങ്ങി വന്നു. കൊച്ചറയിൽ ബസ്സിറങ്ങി ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് മന്തിപ്പാറയിൽ ഒരു ഓമനമാരെ ക്ഷമിക്കണേ, ഒരു ഓമന നമ്മുടെ ഭേബെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഭേബേ ഭേബേ ഭേബ മോൾ എവിടെ പോയത്? ഉടനെ ഭേബയുടെ മറുപടി, അമ്മാമേ നമ്മുടെ ഇന്നിടത്തെ ജെസ്സി പ്രസവിച്ചു. അടുത്ത ചോദ്യം, പ്രസവിച്ചു. കുഞ്ഞാണാണോ? ആണാണെങ്കിൽ ആണാണ്, പെണ്ണാണെങ്കിൽ പെണ്ണാണ്. അവിടം കൊണ്ട് തിരക്കൽ നിർത്തേണ്ടതാണ്.
പക്ഷെ ചില ഓമനമാരെ കിട്ടിയ അന്നത്തെ ദിവസം പോക്ക. ചിലർ ഈ വെളുപ്പിനെ 2 മണി 3 മണി ആകുമ്പോൾ വെട്ടി വിയർത്ത് എണ്ണീറ്റ് കുത്തിയിരുന്ന് വെള്ളം കുടിച്ച് റോഡിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ വെട്ടി വിയർക്കുന്നത് പ്രഷർ കൂടിയിട്ടോ ഷുഗർ താന്നിട്ടോ ഒന്നുമല്ല. അപ്പോഴാ കിടക്കയിൽ കിടന്ന് ഓർത്തത് കുഞ്ഞുമോളോട് അതും കൂടെ ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പം അതും കൂടെ ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ടുള്ള വിയർക്കലും പരവേശം. അടുത്ത ചോദ്യം, കൊച്ചു വെളുത്തതാണോ? ഇനി വെളുത്തതാണെന്നെങ്ങാനും പറഞ്ഞാൽ കുശുമ്പ് മൂത്തോട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യം, ചെവി വെളുത്തതാണോ? എമ്പടി മുടിയുണ്ടോ മുടിയില്ലേ? അവരപ്പം വീട്ടുകാരായിട്ടേ മൂക്കൽപ്പം നീണ്ടോരാ. കൊച്ചിൻ്റെ മൂക്ക് നീണ്ടതാണോ? എന്തെല്ലാം കാര്യങ്ങൾ കിള്ളിക്കിഴിഞ്ഞ് ചോദിച്ചാലാ മനുഷ്യർക്കൊരു തൃപ്തി വരിക? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ടോ? പക്ഷെ എത്ര കിള്ളിക്കിഴിഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുന്നവരാണേലും ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കില്ല, നമ്മളോടും ആരും ചോദിക്കില്ല. കാരണം ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ് പിടിക്കും. അത് എടുത്തു പറയത്തക്ക, എടുത്തു ചോദിക്കത്തക്ക സവിശേഷതയുള്ള കാര്യമല്ല. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരു നവജാത ശിശുവിൻ്റെ കാര്യത്തിൽ ആധികാരിക ചരിത്ര രേഖയുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയാ കിടത്തിയതെന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ചീരകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടന്നു. ശ്രദ്ധിച്ചേ, ആ ഭാഗം ശ്രദ്ധിച്ചേ. അവൾ ഏകജാതനായ മകനെ പ്രസവിച്ചെന്നല്ല, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അടുത്തത്, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. 12-ാമത്തെ വാക്യം. നിങ്ങൾ കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എന്റെ മാന്യ ശ്രോതാക്കളെ, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അതെടുത്തു പറയത്തക്ക കാര്യമല്ലെങ്കിൽ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജനനം രേഖപ്പെടുത്തുമ്പോൾ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ കിടത്തി എന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തി? അങ്ങനെ രേഖപ്പെടുത്താൻ കാരണം, ഈ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെട്ട ശിശുവുണ്ടല്ലോ, ഇദ്ദേഹം പണ്ടിങ്ങനെ ആയിരുന്നില്ല. പിന്നെ അദ്ദേഹം എങ്ങനെയായിരുന്നു? വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 104-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. വളരെ നന്ദി. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും അങ്ങ് അണിഞ്ഞിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ അങ്ങ് പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. മഹത്വം അണിഞ്ഞിരുന്നവൻ പ്രകാശം തേജസ് അണിഞ്ഞിരുന്നവൻ, വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെട്ടു. ഇന്ന് രാത്രി യേശു കർത്താവിനോട് ചോദിക്കാം, തേജസ് അണിഞ്ഞിരുന്ന, പ്രകാശം വസ്ത്രം ധരിക്കും പോലെ ധരിച്ചിരുന്ന മഹത്വവാനായ കർത്താവേ, അങ്ങയുടെ തേജസ്സും മഹത്വവും പ്രകാശവും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ഘടകമെന്ത്? അതിനിന്ന് രാത്രി യേശുവിന് പറയാനുള്ള മറുപടി, KJ തോമസേ, എന്റെ തേജസ് വേണ്ടെന്ന് വെച്ച്, എന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച്, എന്റെ പ്രകാശം വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി നിന്നോടുള്ള എന്റെ സ്നേഹമാണ്. അവർണ്ണനീയമായ ആ സ്നേഹത്തിന് ആരാധന എന്ന് പറയാൻ ഇന്ന് രാത്രി മനസ്സുള്ള എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഈ മുറ്റത്ത് വന്നിട്ടുണ്ട്. കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തിന് നന്ദി പറയാ. അല്പം കൂടെ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിന്ത ഞാനൊന്ന് കൊണ്ടുവരട്ടെ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സാറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഒരുവനോടൊരുവൻ പറഞ്ഞ് തമ്മിൽ ആർത്താരാധിക്കുകയാണ്. അവരുടെ ആർപ്പിനാൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുകയാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിപ്രഭാവത്തിൻ്റെ തേജസ് മുഴുപ്രപഞ്ചത്തിലും വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന അനന്തകോടി ദൂതന്മാർ രണ്ടുകൊണ്ട് പാദം മൂടി, മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആരാധിക്കുന്ന വ്യക്തിത്വം ആരാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എടുക്കാം, 12-ാം അധ്യായം 41-ാമത്തെ വാക്യം. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു, അവനെ കുറിച്ച് സംസാരിച്ചു. എല്ലാവരോടും നല്ല സ്തോത്രം പറഞ്ഞ് എൻ്റെ കൂടെ വന്നേ. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടെന്ന്. ആരുടെ തേജസ് കണ്ടെന്ന്? യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടെന്ന്. എപ്പോൾ കണ്ടു? ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കണ്ടു. എങ്ങനെ കണ്ടു? ഉയർന്നും ഭംഗിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി സാറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്നവനായി, തേജസ് വാരി ചുറ്റിയവനായി, മുഴുപ്രപഞ്ചത്തിലും തന്റെ മഹത്വം വച്ചവനായി എൻ്റെ രക്ഷിതാവിനെ കണ്ടു. ഇന്ന് രാത്രി യേശുവിനോട് ചോദിക്കാം, എൻ്റെ രക്ഷിതാവേ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്ന അങ്ങ് ആ സിംഹാസനം വേണ്ടെന്ന് വെച്ചിട്ട് അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും വേണ്ടെന്ന് വെച്ചിട്ട്, സ്വർഗം വേണ്ടെന്ന് വെച്ചിട്ട്, തേജസ് വേണ്ടെന്ന് വെച്ചിട്ട്, മഹത്വം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാലുത്തെഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെടാൻ എന്താ കാരണം? ഇന്ന് രാത്രി മന്ദിപ്പാറ ദേശത്തോട് യേശുവിന് പറയാനുള്ള മറുപടി, എൻ്റെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം മനസ്സോടെ വേണ്ടെന്ന് വയ്ക്കാൻ അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും സ്വർഗത്തെയും എൻ്റെ മഹത്വത്തെയും വേണ്ടെന്ന് വെച്ചിട്ട് കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി നിന്നോടുള്ള എൻ്റെ സ്നേഹമാണ്. അവർണ്ണനീയമായ ആ സ്നേഹത്തിന് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആർത്തക്കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാ. ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. കരമുയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ എന്ന് പറയാവോ? ഒറ്റ കാര്യം കൂടെ പറയുള്ളൂ. നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്, അത്യാവശ്യം ഒരു കാര്യം കൂടെ നാളെ പറയാനുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. മാനവവർഗത്തോടുള്ള തൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ മേഖല യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ ജന്മമാണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ യേശു കർത്താവ് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് മനുഷ്യനായി മണ്ണിൽ വന്ന് കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെട്ട ചരിത്ര സത്യം. മനുഷ്യ, നിന്നോ എൻ്റെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന തൻ്റെ അതുല്യ സ്നേഹത്തിൻ്റെ ഉജ്ജ്വല വെളിപ്പാടാണ്. അത് വിളിച്ചു പറയാൻ ഈ രാത്രി മുറ്റം തുറന്നതിനാൽ, ഈ ഗ്രൗണ്ട് ഒരുക്കപ്പെട്ടതിനാൽ, നമുക്ക് അവസരം തന്നതിനാൽ എൻ്റെ ദൈവത്തിനു സ്തോത്രം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട രണ്ടാമത്തെ മേഖല യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണമാണ്. ഇന്ന് രാത്രി നമുക്കതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. നാളെ രാത്രി ഉണ്ടല്ലോ. ഒരു കാര്യം കൂടെ പറയാതെ ഈ യോഗത്തിന്, ഈ സന്ദേശത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അത് ദൈവത്തോട് കാണിക്കുന്ന അനീതിയാണ്. അതുകൊണ്ട് അടുത്തതൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. എന്തിനു ദൈവം നമ്മെ സ്നേഹിച്ചു? തൻ്റെ ഏകജാതനായ
പുത്രനിൽ, അറിയാവുന്നവർ ഒരുമിച്ചെന്ന് പറഞ്ഞ്, വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന്. അപ്പൊ ദൈവം രണ്ട് കാര്യത്തിനാണ് നമ്മെ സ്നേഹിച്ചത്. ഒന്ന്, നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചു. രണ്ട്, നിത്യജീവൻ തരാൻ സ്നേഹിച്ചു. എന്താ ഈ നിത്യജീവൻ? എന്താ ഈ നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ? നിത്യജീവൻ എന്ത്, നശിച്ചു പോകുക എന്ത്? അത് ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും തീരാത്ത ജീവിതമെന്നാണ്. എന്നാൽ വേദപുസ്തക വീക്ഷണത്തിൽ പഠിച്ചാൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ജീവിതം എന്ന ആശയമല്ല. എന്താ കാരണം? സ്വർഗത്തിൽ മാത്രമല്ല ജീവിതം തീരാത്തത്, നരകത്തിലും ജീവിതം തീരുന്നില്ല. ഒരാമേനെന്ന് പറ. രണ്ടും നിത്യമാണ്. രണ്ടും നിത്യമാണെങ്കിൽ എന്താ നിത്യജീവൻ? നിത്യജീവൻ എന്താണെന്നറിയണമെങ്കിൽ ജീവൻ എന്താണെന്നറിയണം. ജീവൻ എന്താണെന്നറിയണമെങ്കിൽ മരണം എന്താണെന്നറിയണം. മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തിരുവെടുത്ത് പറയുന്നത് 3 ജീവനുണ്ട്, 3 മരണവുമുണ്ട്. ഒന്നാമത്തെ ജീവൻ ശാരീരിക ജീവനാണ്. എന്താ ശാരീരിക ജീവൻ? മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ശാരീരിക ജീവൻ. രണ്ട്, ശാരീരിക മരണം. എന്താ ശാരീരിക മരണം? മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ ശരീരവും തമ്മിൽ വേർപെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ശാരീരിക മരണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുക, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. രണ്ട്, ആത്മീക ജീവൻ. എന്താ ആത്മീക ജീവൻ? ചിന്താശേഷിയും സുബോധവുമുള്ളപ്പോൾ, മർത്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകളുള്ളപ്പോൾ, സുവിശേഷ കേൾവിയാൽ, രക്ഷാനിർണയത്താൽ, പരിശുദ്ധാത്മ പ്രേരണയാൽ, വീണ്ടും ജനനാനുഭവത്തിലൂടെ ദൈവവുമായി സ്ഥാപിക്കുന്ന ആത്മീക ബന്ധത്തിന് പറയുന്ന പേരാണ് ആത്മീക ജീവൻ. കൃപയാൽ അത് പ്രാപിക്കാൻ അവസരം കിട്ടിയവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഒരു ഉദാഹരണം ഞാനിവിടെ പറയുകയാണ്. ആത്മീക ജീവൻ വെപ്പുപല്ല് പോലെ അല്ല. വെപ്പുപല്ല് എപ്പോഴൊക്കെ ഉണ്ട്? കല്യാണം, മാസയോഗം, കൺവെൻഷൻ, 4 ആള് കൂടുന്നിടത്തെല്ലാം ഇവനുണ്ട്. പക്ഷെ ആരും കാണാത്തപ്പോൾ ഇവൻ വല്ല ലായനയിലുമാണ്. ആത്മീക ജീവൻ അതല്ല. 4 ആള് കൂടുന്നിടത്ത് കാട്ടിക്കൂട്ടുന്നതൊന്നുമല്ല ആത്മീക ജീവൻ. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും, ആള് കാണുമ്പോഴും കാണാത്തപ്പോഴും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, ഹല്ലേലൂയ, മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന, സകല രഹസ്യങ്ങളെയും അറിയുന്ന സർവശക്തനായ ഒരു ദൈവം, മനുഷ്യരുടെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവവുമായിട്ടാണ് എനിക്ക് കാര്യം തീർക്കാനുള്ളതെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരുവൻ ജീവിക്കുന്ന ജീവിതമാണ് ആത്മീക ജീവൻ. അത് കൊതിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരമുയർത്തി ദൈവത്തിന് ഈ രാത്രി സ്തോത്രം ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ആത്മീക ജീവൻ എന്നാന്ന് പറഞ്ഞോട്ടെ. എനിക്ക് എൻ്റെ ദൈവത്തെ പിരിയാൻ പറ്റില്ല. യോസേപ്പേ, നീട്ടിപ്പടുത്തി ഒന്നും അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ മഹാദോഷം ചെയ്ത് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുമെങ്കിൽ
പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമെങ്കിൽ എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് എന്നെ വിലയ്ക്ക് വാങ്ങി എൻ്റെ കർത്താവിന് സങ്കടമാകുമെങ്കിൽ, കർത്താവിനെ സങ്കടപ്പെടുത്തുന്നതൊന്നും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും, ദൈവസഭയ്ക്ക് ദോഷമാകുന്നതൊന്നും, കർത്താവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്നതൊന്നും എൻ്റെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഇടപാടുകൊണ്ടും ക്രിയ കൊണ്ടും സംഭവിക്കരുത്. സംഭവിക്കാതെ എന്നെ തന്നെ സമർപ്പിച്ച് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയാണ് ആത്മീക ജീവൻ. ഇന്ന് രാത്രി അതിന് കൊതിക്കുന്ന എത്ര പേര് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ സുവിശേഷ യോഗം കഴിഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഒരു സമർപ്പണത്തോടെ മാത്രമേ കടന്നു പോകാവൂ. അതാണ് ആത്മീക ജീവൻ. ഇനി ആത്മീക മരണം എന്താ? ആത്മീക മരണം ചിന്താശേഷിയുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ, സുവിശേഷം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിയിട്ടും അതിനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി കനിഞ്ഞിട്ടും ബോധപൂർവം സുവിശേഷ സത്യങ്ങളിൽ നിന്ന് അകന്നു മാറുന്നതാണ് ആത്മീക മരണം. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കേട്ടോ, ഈ യോഗം ഇവിടെ യാദൃച്ഛികമായി ക്രമീകരിച്ചതല്ല, ഞാനിവിടെ വെറുതെ വന്നതല്ല. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വെറുതെ വന്നതല്ല, കാഴ്ചക്കാരായി വന്നതല്ല. ദൈവത്തിൻ്റെ നിത്യനിർണയത്തിൽ ഇത് കണ്ടതാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, മന്തിപ്പാറയിൽ ദേശം വിടിപ്പിക്കപ്പെടാത്ത നിലയിൽ, സഭകൾ വളരാത്ത നിലയിൽ എന്തെല്ലാം ഇംപ്രഷൻസ് പറയാനുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ, വചനം ശക്തിയോടെ പ്രബലപ്പെട്ടാൽ, ആത്മീക മരണം മാറ്റി ജീവനും അക്ഷയതയും വെളിപ്പെടുത്താൻ വചനത്തിന് ശക്തിയുണ്ട്, സുവിശേഷത്തിന് ശക്തിയുണ്ട്. ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രതികരിക്കാൻ കൃപ ലഭിച്ചവരുടെ കാര്യം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഈ രാത്രി നാം അത് മറക്കല്ലേ. രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം കൊണ്ട് പറയാം. ആരെങ്കിലും കൃപയിൽ വന്നിട്ട് തോന്നിയതുപോലെ ജീവിക്കുന്നത് കണ്ടിട്ട് അവൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ സുവിശേഷ യോഗം നടത്തുകയെന്നൊന്നും പറയരുത്. ഒരു നല്ല ആമേനെന്ന് പറ. അതൊക്കെ അങ്ങനെ ആക്കുന്നത് തന്നെ നമ്മളെ മടുപ്പിക്കാനാ. അങ്ങനെ കണ്ടും കേട്ടും മനസ്സ് മടുത്ത് സുവിശേഷം പറയാതിരിക്കരുത്, സുവിശേഷം പ്രസംഗിക്കാതിരിക്കരുത്, കർത്താവിൻ്റെ വേല ചെയ്യാതിരിക്കരുത്, നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യാതിരിക്കരുത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ദേശത്തെ വിടുവിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, സുവിശേഷത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് രാത്രിയും അത് ചെയ്യാൻ ദൈവത്തിന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും. എന്നോട് ചേർന്നതിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആത്മീക മരണം മാറും. ചിലർ നിത്യ ജീവനിലേക്ക് വേർതിരിക്കപ്പെടും. പരിശുദ്ധാത്മാവ് ഈ രാത്രി അത് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഇനി നിത്യജീവൻ ഞാൻ പറഞ്ഞു, ഇന്ന് 5 മിനിറ്റ് കൂടുതൽ എടുക്കുന്നെന്ന്, നാളെ അതിനും കൂടെ കുറവ് വരും. നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിലേ, എന്തിനാ സ്വർഗത്തിൽ പോകുന്നതെന്ന് അറിയോ? അയ്യോ, എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? അതെന്നാ ചോദ്യവാസ. നമ്മളെന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? ഒത്തിരി കാരണമുണ്ട്. സ്വർഗത്തില മുത്തു, പവിഴം, മാണിക്യം, മരതകം, ഗോമേതകം, പൂച്ചരാഗം, ഇന്ദ്രനീലം എന്നിങ്ങനെ നഖവർണികളോടുകൂടെ തീർത്ത സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്ക താഴികക്കുടങ്ങളോടുകൂടിയ പൂത്തനാകർശില. അവിടെ ഈ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് പുത്തനാകർശിലയും ഉള്ളതുകൊണ്ടൊന്നുമല്ല, അവിടെ തങ്ക തെരുവീതി ഉള്ളതുകൊണ്ടാണ്. ഒരാമേനെന്ന് പറയണം. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു പാട്ടാണ്, പൊന്മണി മാല അവൻ എനിക്ക്. സത്യത്തിൽ പാട്ടുകാരൻ ഉദ്ദേശിച്ചത് പൊന്മണി മാളിക അവൻ എനിക്ക് തരുന്ന. അല്ല സ്വാസേ, പൊന്മണി മാളിക അവൻ എനിക്ക്. പാടിപ്പാടി വന്നപ്പോൾ എളുപ്പത്തിന് പൊന്മണി മാല അവൻ. അപ്പം ഈ നിൻമരണം കൊണ്ട് എൻ്റെ വണ്ണരകം നീ അകറ്റി എന്നൊക്കെ പാടുമ്പം ഇതത്ര കേട്ടതാണെന്ന് പറഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പൊന്മണി മാല അവൻ എനിക്ക് തരും എന്നൊക്കെ പറയുമ്പോൾ നടുവേദന ഉണ്ടെങ്കിലും ചാടുന്നവരെയും കണ്ടിട്ടു. ഇത് കേൾക്കുമ്പം ചാടരുതെന്നല്ല ഞാനീ പറയുന്നത്.
നിന്മരണം കൊണ്ട് എൻ്റെ വണ്ണരകം നീ അകറ്റി എന്ന് പാടുമ്പോൾ ഉറങ്ങുകയും ഇത് കേൾക്കുമ്പോൾ തുള്ളുകയും ചെയ്യുന്ന ആത്മീകത വികലമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഇവിടെയും നിത്യതയിൽ എത്തുമ്പോഴും നമുക്ക് ഓർക്കാനും പാടാനും ഉള്ളത്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം ഹേതുവായി ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെയോ ഇടാൻ പറ്റിയില്ല. ആ ഇച്ഛാഭംഗം കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ. അപ്പൊ ചിലര് സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് പൊന്മണി. ഇനി വേറൊരു കാര്യം സത്യമായിട്ട് പറയാം, വേറെ ചിലർ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് അമ്പമ്പോ സ്വർഗത്തോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, നരകത്തിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും എന്നോട് വരുന്നുണ്ട്. എന്നാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പൗലോസ് എന്താ പറയുക? എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. പൗലോസ് എന്തിനാ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിച്ചത്? വിട്ടുപിരിഞ്ഞാൽ, എല്ലാവരും കരവ് ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. പൗലോസിന് സ്വർഗമായത് പുത്തനാം യെരൂശലേം ഉള്ളത് കൊണ്ടല്ല, സ്വർണ്ണത്തെരുവീഥി ഉള്ളത് കൊണ്ടല്ല, ദൂതന്മാരുള്ളത് കൊണ്ടല്ല, മരിച്ച ഭക്തരുടെ ഭക്തമതികളുടെ ആത്മാക്കൾ അവിടെ ഉള്ളത് കൊണ്ടല്ല. പൗലോസിന് സ്വർഗമാകുന്നത് യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്. കരവ് ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ ഇന്ന് രാത്രി മനസ്സോടെ പറയാം. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്താ? നിത്യജീവൻ എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്: ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ പിരിയാതെ എന്നേക്കും ദൈവത്തോടൊരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. അത് തരാനാ ദൈവം നമ്മെ സ്നേഹിച്ചത്. എത്ര പേർക്ക് ഈ രാത്രി മനസ്സോടെ ഇന്ന് രാത്രി ആമേൻ പറയാൻ കഴിയും? അതാ നിത്യജീവൻ. നിത്യജീവൻ തരാൻ മാത്രമല്ല സ്നേഹിച്ചത്, നശിച്ചു പോകാതിരി. എന്താ നശിക്കുക? ശാരീരിക മരണം കണ്ടു, ആത്മിക മരണം കണ്ടു, മൂന്നാമത്തേതാണ് നിത്യമരണം. ആ നിത്യമരണം എന്ന നരകത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് നാശം. ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്ത് പറയാണ്, നാളെ വിശദീകരിച്ചോളാം. നരകത്തെ നരകമാക്കുന്നത് അവിടുത്തെ പുഴുവല്ല, കൃമിയല്ല, തീയല്ല, അതൊക്കെ അവിടെ ഉണ്ട്. ഇന്ന് രാത്രി ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ നരകത്തെ നരകമാക്കുന്നത് യേശുവിൻ്റെ സ്നേഹ സാമീപ്യമില്ലായ്മയാണ്. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ, നരകത്തെ നരകമാക്കുന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ സ്നേഹ സാന്നിധ്യമില്ലായ്മയാണ്. വായിക്കാം 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ച് ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുക. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോട് കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ശിക്ഷാവിധി അനുഭവിക്കും. അവിടെ നിത്യനാശം എന്തിന്റെ പ്രതീകമാണ്? നിത്യ നരകത്തിനാണ് ഇവിടെ നിത്യനാശം എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത്. ആ നിത്യ നരകത്തിന്റെ പ്രത്യേകത എന്താണ്? അവന്റെ സന്നിധാനം, ആരുടെ? യേശുവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം. ഇപ്പം നരകത്തെ നരകമാക്കുന്നത് അത് നിത്യനാശമാണ്. അങ്ങനെയാണെങ്കിൽ നശിച്ചു പോകാതിരിക്കാൻ ദൈവം നമ്മെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ലളിതാർത്ഥം ഇതാണ്: നരകത്തിൽ നിപതിക്കാതിരിക്കാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. കരമുയർത്തി ഒരു നല്ല ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ആമേൻ പറയാം. ഇന്ന് രാത്രി സമയം പോയതുകൊണ്ട്, വാക്ക് പാലിക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇങ്ങനെ നിർത്തട്ടെ. ഒന്നുകിൽ നിത്യജീവൻ, ഒരു ആമേൻ എന്ന് പറ, അല്ലെങ്കിൽ നിത്യ നാശം. ഒന്നുകിൽ നിത്യ സ്വർഗം, അല്ലെങ്കിൽ നിത്യ നരകം. ഇതല്ലാതെ ഇതിനിടയ്ക്ക് ഒരിടത്താവളമില്ല. കൈകൂപ്പിപ്പിടിച്ച്
ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളോട് വിനയത്തോടെ സുവിശേഷത്തിൻ്റെ സത്യം വിളിച്ചു പറയുന്നു. കണ്ണടച്ചാൽ ഈ രണ്ടല്ലാതെ ഇതിനിടയ്ക്കൊരിടത്താവളമില്ല. ഒന്നുകിൽ നിത്യ ജീവൻ അല്ലെങ്കിൽ നിത്യനാശം, ഒന്നുകിൽ നിത്യ സ്വർഗം അല്ലെങ്കിൽ നിത്യ നരകം. ഇതിനിടയ്ക്ക് ഒരിടത്താവളമില്ലെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി മണ്ണിൽ അയച്ചതും യേശു ക്രൂശിൽ മരിച്ചതും നരകത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ എന്നേക്കും ദൈവത്തോടു കൂടെ ഇരുത്താനാണ്. അതിനാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിന് ആമേൻ എന്ന് പറയാൻ ഇന്ന് രാത്രി മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. പാട്ട് പാടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നാളത്തേക്ക് അതും കൂടെ മാറ്റിയിരിക്കുന്നു. നാളെ നമുക്ക് പാടാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനിൽ, എല്ലാവരും ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എൻ്റെ പൊന്നു ദൈവമേ, എന്നോടുള്ള അങ്ങയുടെ സ്നേഹം എത്രയോ വലുതാണ് ദൈവമേ. അങ്ങയുടെ പുത്രനെ മനുഷ്യനായി മണ്ണിൽ അയച്ചല്ലോ കർത്താവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചല്ലോ. ആ മരണം കൊണ്ട് അങ്ങ് മനുഷ്യനായി വന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നിത്യ ജീവനാണ്. ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ പിരിയാൻ കഴിയാതെ ദൈവത്തോടൊരുമിച്ച് നിത്യത മുഴുവൻ ജീവിക്കുന്ന ജീവിതം, അതാണ് നിത്യജീവൻ. അത് തരാനാണ് യേശു മനുഷ്യനായി മണ്ണിൽ വന്നത്. എൻ്റെ കർത്താവിൻ്റെ മരണം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ നരകം ഒഴിവായതാണ്. യേശുവിൻ്റെ മരണം മൂലം എൻ്റെ നരകം ഒഴിവാക്കപ്പെട്ടോ. ഇന്ന് രാത്രി നിത്യനാശത്തിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് നിത്യജീവന്റെ വാഗ്ദത്തം തന്ന എൻ്റെ കർത്താവിന് സ്തോത്രമെന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ കരമടിച്ചൊരു 30 സെക്കൻഡ് ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരും കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് അല്പനിമിഷം അന്യഭാഷയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാം. ചുരുക്കം ചിലരെ ഇന്ന് രാത്രി ഇവിടെ ഉള്ളെങ്കിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇതിനകത്ത് അയക്കട്ടെ. തിരുവെടുത്ത് പറയുന്നു, നിത്യ ജീവനെ പിടിച്ചുകൊള്ളുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ എനിക്ക് നിത്യജീവൻ വേണം, ഒരിക്കലും എൻ്റെ ദൈവത്തെ പിരിയാതെ എനിക്ക് നിത്യത എൻ്റെ ദൈവത്തോടൊരുമിച്ച് ജീവിക്കണം. നിത്യനാശത്തിൽ നിത്യ നരകത്തിൽ എനിക്ക് നിബന്ധിക്കണ്ട. അങ്ങനെ ഞാൻ അവിടെ പോകാതിരിക്കാൻ യേശു മനുഷ്യനായി മണ്ണിൽ വന്ന് ക്രൂശിൽ മരിച്ച് എനിക്ക് ഇത്ര വലിയ രക്ഷയൊരുക്കി. ഇന്ന് രാത്രി ഞാനത് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ മരണം മൂലം എനിക്ക് നിത്യ ജീവനുണ്ട്. ആ നിത്യജീവനായി ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ പറയാൻ ആഗ്രഹമുള്ളവർ ആ വലങ്കരം മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. കരമുയർത്തിയവർ മുകളിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ കാണട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തൊടട്ടെ. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹീത രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുവെഴുത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശം ഞങ്ങൾ കേട്ടുകഴിഞ്ഞു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക്